PVC പൈപ്പ് ഒടഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന വിധമാണ്. അപ്പം നമ്മളൊക്കെ മിക്കവാറും ആൾക്കാർ കൂടുതൽ കൃഷി സ്ഥലത്തേക്കൊക്കെ ഇതുപോലെ PVC പൈപ്പ് മണ്ണിൻ്റെ അടി കൂടെ കുഴിച്ചിട്ടൊക്കെ ആയിരിക്കും, എന്നിട്ടായിരിക്കും പുറത്തേക്ക് എടുത്തുണ്ടാവുക. അപ്പോൾ അതങ്ങനെ കളയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കൊത്തുമ്പോഴോ ഇതുപോലെ ഞാൻ കൊത്തിയപ്പോൾ ഇത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പ്ലംബറിനെയോ ഇലക്ട്രീഷ്യൻ നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ 1000 രൂപയെങ്കിലും മേടിച്ചെടുക്കും. പണി മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ഉണ്ട് അപ്പോൾ ഈ PVC പൈപ്പ് എവിടെയാണ് ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 അടി അങ്ങോട്ടും 2 സൈഡിലേക്ക് 2 അടി വീതം മണ്ണ് നീക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഇനി സെൻറ്ററിൽ നമ്മൾ ഈ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഹാക്സോ ബ്ലേഡ് 10 രൂപ തന്നെ ഹാക്സോ ബ്ലേഡ് കിട്ടും. അതൊക്കെ പതുക്കെ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര ശക്തിയിൽ മുറിക്കരുത്, നിങ്ങളുടെ ശക്തി എടുത്തിട്ട്. കാരണം നിങ്ങൾ കൃഷിക്കാരനും ഭയങ്കര ശക്തിയായിരിക്കും. അപ്പോൾ അത് ഈ ബ്ലൈഡ് അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു സൈഡ് ഞാൻ മുറിച്ചു, ഇനി മറ്റേ തലയും കൂടി മുറിക്കണം കണ്ടോ. അപ്പോൾ പൊട്ട് എവിടെയാണെങ്കിൽ അതിനേക്കാളും 1 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് മുറിക്കണം, അല്ലെങ്കിൽ പൊട്ട് അവിടേക്ക് ചിലപ്പോൾ കയറിപ്പോവും. അപ്പം ഞാൻ കണ്ടോ അവിടെ ഈ സൈഡ് മുറിച്ചെടുക്കണം കണ്ടില്ലേ. അപ്പോൾ ഇതൊരു T ജോയിൻ്റാണ്. ഈ ജോയിൻ്റ് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങോട്ട് വേറെ കണക്ഷൻ ഉണ്ടാകുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അത് അപ്പോൾ കട്ട് ചെയ്ത് കളയണം. അപ്പം നമ്മൾ കണ്ടോ ഇവിടെ ഒരു 4 ഇഞ്ചാണ് ഈ ഇവിടെ മുറിച്ച് കളഞ്ഞത്, 4 ഇഞ്ച്. അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ച് നമ്മൾ കഷ്ണം എടുക്കണം പൈപ്പ്. അതെന്താ വെച്ചാൽ 2 ഇഞ്ച് അങ്ങോട്ടും 2 ഇഞ്ച് അങ്ങോട്ടും ഈ തലക്കേലേക്ക് കയറ്റിയിടാനായിട്ടാണ് കണ്ടോ. നമ്മളൊരു അല്പം കൂട്ടിയെടുത്തേക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റായി കയറ്റാനായിട്ട്. അപ്പോൾ ഇതാണ്ടോ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഒരു 4 ഇഞ്ച് ആവശ്യമുണ്ട്, അതിന് ഒരു 10 ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തത്. 10 ഇഞ്ച് 4 ഇഞ്ചിന് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉൾവശം നമ്മൾ നന്നായിട്ട് തുടയ്ക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉൾവശമാണ് നമ്മൾ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നത്. പൈപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണിൻ്റെ അടിയിലുള്ള പൈപ്പിനെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ചൂടാക്കിയിട്ട് കയറ്റാനുള്ളൂ. ഇനി നിങ്ങൾക്ക് കയ്യിൽ മുടക്കാൻ കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്ലിങ് മേടിച്ചാൽ മതി. അപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ നീളത്തിലൊന്നും വേണ്ട, കറക്റ്റ് അളവിനേക്കാളും ഒരു 2 ഇഞ്ച് വീതം കുറച്ചിട്ട് മുറിക്കുക, എന്നിട്ട് ആ കപ്ലിങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ കയ്യിലൂടെ പൈപ്പ് ഇരിപ്പുണ്ട്. പിന്നെ ഇനി ഈ സമയത്ത് പ്ലംബിങ്ങിൻ്റെ കടയിൽ പോയിട്ടുണ്ടെങ്കിലേ പൈപ്പും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവർ തുറന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ വെളുപ്പിന് 7:30 ആയിട്ടുള്ളൂ. കടകളൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ 8:30 9 ആവും. അപ്പോൾ ഉണ്ടോ ഈ 2 സൈഡും ഈ മണ്ണിൽ കിടക്കുന്ന പൈപ്പിന് ചെളിയാണ്, അതൊക്കെ തുടച്ച് കളയാൻ നന്നായിട്ട്. അപ്പോൾ നമ്മൾ തുണിയൊന്നും കൊണ്ടുണ്ടായില്ല. അപ്പോൾ മുണ്ടക്ക് തന്നെ തുടയ്ക്കാണ്. അതൊക്കെ സബിത അതിന് കഴുകിയിട്ടുള്ളൂ, അവളുടെ പണിയാണ് കഴുകൽ. വാഷിംഗ് മെഷീനിലേക്ക് ഇടുക, കഴുകുക, അത്രയ്ക്കുള്ള പണി. അപ്പോൾ ഇതുണ്ടോ ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് അപ്പുറത്തെ തലയത് അങ്ങോട്ട് 3 ഇഞ്ച്. ഇതാണ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ അത് ചൂടാക്കാൻ പോണതിന് മുമ്പ് PVC ഗ്ലൂ ഉണ്ട്, ആ ഗ്ലൂ മേടിച്ചിട്ട് നമ്മളൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പം നിങ്ങളുടെ വീട്ടിൽ വല്ല ചെരുപ്പൊട്ടിക്കാൻ എടുത്ത ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂ ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ PVC ഗ്ലൂ കിട്ടും. അത് പുരട്ടിയതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വന്നത് കണ്ടോ. എന്നിട്ട് ഈ പൈപ്പ് നന്നായിട്ടാണ് ചൂടാക്കാം. അപ്പോൾ ഒരു 3 ഇഞ്ചാണ് നമ്മൾ ഈ ചൂടാക്കുന്നത്. 2 തലയും 3 ഇഞ്ച് വീതം ചൂടാക്കാം. അതിന് ശേഷമാണ് ഇത് കൊണ്ടുപോയി വയ്ക്കാനായിട്ട്. അപ്പോൾ ചൂടാണെങ്കിൽ ഒന്ന് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവില്ല, ഇങ്ങനെ ഞെങ്ങിപ്പോവില്ലേ. ആ സമയത്ത് പെട്ടെന്ന് കൊണ്ടായിട്ട് വെച്ചോളണം. അല്ലെങ്കിൽ വേറൊരു പൈപ്പിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഇത് കിട്ടും കണ്ടോ. അപ്പം ഞാൻ ഒരു സൈഡ് കയറ്റി, ഇനി അടുത്ത സൈഡും കൂടി കയറ്റി കൊള്ളണം. അപ്പോൾ ഈ ഐഡിയ അങ്ങോട്ട് പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കയറിയപ്പോഴേക്കും സമയമെടുത്തു. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ചൂട് നഷ്ടപ്പെട്ടു. ഇത് പഴയ കണ്ടീഷനിൽ പൈപ്പെത്തി. നമ്മളുടെ റബ്ബർ ബാൻഡൊക്കെ വലിച്ചു നീട്ടണ പോലെ തന്നെ പഴയ ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു 2 ഇഞ്ച് മുറിച്ച് കളയാണ്. കാരണം ഇതിന് അല്പം നീളം കൂടുതലുണ്ട്. അപ്പോൾ പ്ലംബർമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് അളവിന് 1 ഇഞ്ച് തന്നെ കൂടുതലിടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കയറ്റും. അത് അവരുടെ തൊഴിലാണ്. നിൻ്റെയാണ് പൈപ്പും സാധനം കണ്ടോ. അപ്പം ഇനി അത് പോയാലും ആദ്യം അവനെ വിളിക്കും, ഒരു 500,000 അവൻ ആദ്യം കിട്ടും, അത്രയ്ക്കേ ഉള്ളൂ. അതൊക്കെ അവൻ്റെ ബിസിനസ് ഐഡിയകളാണ്. അപ്പോൾ പൈപ്പൊക്കെ ഉള്ളുവശം നന്നായിട്ട് ആദ്യം തുടയ്ക്കുക, എന്നിട്ട് വേണം ഇതാക്കാം കണ്ടോ. അപ്പോൾ ഇത് ശരിയായില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നീളം ഉണ്ടാകുന്നു, 2 ഇഞ്ച് കൂടുതലായി. അപ്പം നമ്മൾ ആ തീ കൊണ്ടിട്ട് ഇവിടെ ഒട്ടിക്കണേൻ്റെ അരി തന്നെ കൊണ്ടു വെച്ചേക്കണം. എന്നിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ പെട്ടെന്നാണ് കയറ്റാം കേട്ടോ. അപ്പോൾ പ്ലംബർമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്യില്ല. അവർ 2 കണക്ടർ കപ്ലിങ് മേടിച്ചു കൊടുത്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 പൈസ പോലും വേണ്ട, ആകെ 10 രൂപയ്ക്ക് ഗ്ലൂ മേടിച്ചാൽ മതി, PVC ഗ്ലൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചില്ലേ ഇത് ജോയിൻ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇതൊന്നും ആരും പഠിപ്പിച്ചാണ്ട, നമ്മളുടെ പൈപ്പ്, നമ്മളുടെ ഭൂമി, നമ്മളുടെ സമയം. അപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ പ്ലംബർ വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളിത് താഴ്ത്തി കൊടുക്കണം, കുഴി കുത്തി കൊടുക്കണം, സാധനങ്ങൾ മേടിക്കാൻ വേണം, ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലാണ്ട് അവരൊന്നും വന്നിട്ട് ഇതുപോലെ ചെയ്യില്ല കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റിൽ ഒരു അല്പം ഇത് പൊങ്ങി നിൽക്കേണ്ടത് സംശയം, ഇപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുക്കണം കണ്ടോ. അവിടൊന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ലെവലിന് പോകും. അപ്പം ഇതൊക്കെ സ്വയം ചെയ്യാവുന്ന ഒരു പണിയുള്ളൂ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നത് ഇതാണ് കണ്ടോ. അപ്പം നമ്മൾ എന്തായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇതൊക്കെ ചെയ്യണം. അത് നല്ലതൊക്കെ ആ ഒട്ടിക്കാൻ മാത്രം ഈ പ്ലംബറിനെ നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ വർഷങ്ങൾ പഠിച്ചത്? എന്ത് കാര്യമുണ്ട്? എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമുണ്ടായോ? 10-15 വർഷം നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലും പോയിട്ട് പഠിക്കുന്നത്, ഇതിന് പോലും ഉപകാരമില്ല കണ്ടോ. അപ്പോൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അല്പം ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ആയിട്ട് ഇതൊക്കെ ചെയ്യുക. അതെങ്കിൽ ആരെങ്കിലും കാണുന്നത്, ഇന്നത്തെ കാലത്തൊക്കെ യൂട്യൂബിലുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാണാം. ഇത് നമ്മളുടെ ലോക്കാണ് ഇവിടെ കണ്ടോ. അപ്പോൾ എൻ്റെ ഉയർന്ന വശത്തേക്ക് വെള്ളം അടിക്കേണ്ട സമയം വരുമ്പോൾ അവിടെയൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ കംപ്ലീറ്റ് ഇതിലാണ് ഞങ്ങൾ ചെയ്തത്. ഇത് സ്പ്രേ ചെയ്യണം വെള്ളമൊക്കെ. സ്പ്രിങ്ക്ലർ സിസ്റ്റം ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ തീയൊക്കെ കെടുത്തി പോയില്ലെങ്കിൽ നമ്മളുടെ പറമ്പൊക്കെ കത്തി, പൈപ്പും കത്തും ഒക്കെ കത്തും. അപ്പം ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ആഴ്ച ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്വയം ഇതൊക്കെ ജോലി ചെയ്ത് പഠിക്കുക. അപ്പോൾ കണ്ടോ മോട്ടർ അടിച്ചു, അവിടുത്തെ ലീക്കൊക്കെ മാറി വെള്ളം ഇഷ്ടം പോലെയായി കണ്ടില്ലേ. അപ്പോൾ ഈ തെങ്ങും തൈക്കൊക്കെ വെള്ളം പോയിട്ട് ഞാനും പോവാണ്, അവിടെ പൊക്കോട്ടോളാം.